عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. فقد قال الله سبحانه وتعالى في كلامه العزيز: بسم الله الرحمن الرحيم. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. صدق الله مولانا العظيم. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരുടെയും കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകളെയും ന്യൂനതകളെയും പുണ്യമായ പരിശുദ്ധമായ ഈ മാസത്തിൽ അല്ലാഹു ചൊരിയുന്ന റഹ്മത്തിൻ്റെ പേരിൽ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളുടെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, കുടുംബാദികൾ, ഉസ്താദന്മാർ, മുഅ്മിനീങ്ങൾ, മുഅ്മിനത്തുകൾ, വിശിഷ്യ ഈ ഭവനത്തിന് ചുറ്റുഭാഗത്തുമായി അന്ത്യവിശ്രമം കൊള്ളുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനത്തുകൾക്കും നമ്മളുടെ ഉസ്താദിനും അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അവരുടെ റൂഹുകളെ സ്വർഗീയ റൂഹുകളുടെ ഗണത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അവരുടെ ഖബറിടങ്ങളെ അല്ലാഹു സ്വർഗീയ ആരാമങ്ങളായി കൊടുക്കുമാറാകട്ടെ. ചെറുപ്രായത്തിൽ നമ്മളോട് കരുണ കാണിച്ചതുപോലെ നമ്മുടെ മാതാപിതാക്കന്മാർ ഇരുവരോടും അല്ലാഹു കരുണയും റഹ്മത്തും മഗ്ഫിറത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന ഉമ്മമാർക്ക്, പിതാക്കന്മാർക്ക്, കുടുംബാദികൾക്ക് അല്ലാഹുവിൻ്റെ ഇബാദത്തിനായുള്ള ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും ഈമാനികമായ ഇസ്തിഖാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ജീവിതത്തിൽ നാം നിത്യേന 17 പ്രാവശ്യം അല്ലാഹുവിനോട് ഹിദായത്തിനെ ചോദിച്ചു കൊണ്ടിരിക്കുവാൻ വേണ്ടി നമ്മളോട് നിർബന്ധമാക്കിയിരിക്കുന്നു. നിർബന്ധമായ നിലയിൽ 17 പ്രാവശ്യവും അതിലുപരിയായി എത്രയോ നൂറുകണക്കാകുന്ന ആയിരക്കണക്കാകുന്ന ഓരോരുത്തരുടെയും ഇബാദത്തുകളുടെ അല്ലെങ്കിൽ അവരുടെ ഈമാനിക ഖുവ്വത്തിനനുസൃതമായി അതിൽ ആധിക്യം, അതിൽ വർധനവ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയും. സത്യത്തിൽ ഈ നമസ്കാരം നിറവേറ്റുന്ന ആൾക്കാർ, മുഅ്മിനീങ്ങൾ, അവരുടെ നമസ്കാര നിർവഹണവും ഇതര ഇബാദത്തുകളുമൊക്കെ അവർക്ക് ഈ വഴിയിൽ കടന്നു വരാനുള്ള ഭാഗ്യം ലഭിച്ചതിൻ്റെ പേരിലാണ് അതിനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകിയിരിക്കുന്നത്. അങ്ങനെയുള്ളവരോട് മാത്രമാണ് ഈ കൽപ്പന വിധേയമാകുന്നതും അല്ലെങ്കിൽ നിർദ്ദേശമുണ്ടായിരിക്കുന്നതും. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരോടുള്ള കൽപ്പന ഈമാനികമായ ജീവിതത്തിലേക്ക് അവർ കടന്നു വരാൻ വേണ്ടിയിട്ടുള്ള പ്രേരണയും പ്രോത്സാഹനവുമാണ് നൽകുന്നത്. ഇവിടെ തികച്ചും ഒരു ആശങ്കയുണ്ടാകാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം നമ്മളോട് ഈമാനിൽ കടന്നതിന് ശേഷം, നമസ്കാരം നിലനിർത്തുന്നവരായതിനു ശേഷം അതേ പ്രകാരം തന്നെ കഴിവിൻ്റെ പരമാവധി സത്യത്തിൻ്റെയും നീതിയുടെയും സമാധാനത്തിൻ്റെയും വഴിയിലൊക്കെ ജീവിതം നയിച്ചു കൊണ്ടുപോകുന്ന മുഅ്മിനീങ്ങളോട് ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകാനുള്ള കാരണം എന്താണ്? فإن قيل فكيف يسأل المؤمن الهداية في كل وقت? ചോദിക്കപ്പെട്ടാൽ ഒരു മുഅ്മിൻ ഓരോ സമയത്തും അവൻ സന്മാർഗത്തെ ചോദിച്ചുകൊണ്ടിരിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിർദ്ദേശം നൽകുന്നത്? അവൻ്റെ നമസ്കാരത്തിലൂടെയും അവതല്ലാത്ത മറ്റവസരങ്ങളിലുമൊക്കെ ഹിദായത്തിൽ അല്ലെങ്കിൽ സത്യത്തിൻ്റെ സിറാത്തുൽ മുസ്തഖീമിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി, നിൽക്കാൻ വേണ്ടിയിട്ടുള്ള തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യാനുള്ള നിർദ്ദേശം എന്തുകൊണ്ടാണ് നൽകിയത് എന്ന് ചോദിക്കപ്പെട്ടാൽ
രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഹിദായത്തിന്റെ വഴിയിൽ നിലകൊള്ളുന്ന ആൾക്കാരോട് ഇപ്രകാരം നിർദ്ദേശിക്കാനുണ്ടായ കാരണം എന്താണ്? ഓരോ സമയത്തും അതിന്റെ ഇത്രമാത്രം ഗൗരവത്തോടുകൂടി ചോദിക്കണമെന്ന് നിർദ്ദേശം നൽകാനുള്ള കാരണം എന്താണ് എന്ന് ചോദിക്കപ്പെട്ടാൽ, വഹുവ മുത്തസിഫും ബിദാലിക, നമസ്കാരക്കാരായ ഈമാൻധാരികളായ മുഅ്മിനീങ്ങൾ മുസ്തഖീമായ വഴിയിലേക്ക് പ്രവേശിച്ചവരാണ്, ആ വഴിയിൽ നിലകൊള്ളുന്നവരാണ്. അതിനോടുകൂടി തന്നെ അവരോട് ഹിദായത്തിനെ ചോദിച്ചുകൊണ്ടേയിരിക്കാൻ പറയാനുള്ള നിർദ്ദേശത്തിന് കാരണം എന്താണ് എന്ന് ചോദിക്കപ്പെട്ടാൽ, വലൗല ഇഹ്തിയാജുഹു ലൈലൻ വനഹാറൻ ഇലാ സുആലിൽ ഹിദായത്തി ലമാ അർശദഹുല്ലാഹു ഇലാ ദാലിക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യ ജീവിതത്തിന്റെ ഓരോ സമയത്തും രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ സമയത്തും അവന് ഹിദായത്തിന്റെ ആവശ്യകത ഇല്ലായിരുന്നു എങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു നിർദ്ദേശം നൽകുമായിരുന്നില്ല. ലമാ അർശദഹുല്ലാഹു തആല ഇലാ ദാലിക, അതിലേക്ക് അല്ലാഹു ഒരിക്കലും ഒരു നിർദ്ദേശം നൽകുമായിരുന്നില്ല. ഫഇന്നൽ അബ്ദ, എന്തുകൊണ്ടാണ് അങ്ങനെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണമെന്ന് ആവശ്യപ്പെടാനുണ്ടായ കാരണം, ഒരു ദാസൻ മുഫ്തഖിറുൻ ഫീ കുല്ലി സഅത്തിൻ, ഓരോ മണിക്കൂറുകളിലും ഓരോ മിനിറ്റുകളിലും ഒരു ദാസൻ അതിലേക്ക് ആവശ്യക്കാരനാണ്. ഹാലത്തിൻ, അവന്റെ ഏത് അവസരമായിരുന്നാലും ഏത് സന്ദർഭമായിരുന്നാലും, അവന്റെ ഉറക്കമാകട്ടെ ഉണർച്ചയാകട്ടെ, അവന്റെ കച്ചവടമാകട്ടെ അവന്റെ ഔദ്യോഗികമാകട്ടെ, ജീവിതത്തിന്റെ ഏത് അവസ്ഥകളിലാണ് മനുഷ്യൻ നിലകൊള്ളുന്നതെങ്കിലും ആ അവസ്ഥയിലെല്ലാം അവൻ ഹിദായത്തിലേക്ക്, മുസ്തഖീമായ വഴിയിൽ അവൻ ഉറച്ചു നിൽക്കുന്നതിലേക്ക് ആവശ്യക്കാരനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു ആവശ്യമായതിന്റെ പേരിലാണ് ഓരോ സമയത്തും അത് ചോദിച്ചുകൊണ്ടിരിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇലല്ലാഹി തആല ഫീ തസബ്ബുതിഹി ഫീ തസ്ബീതിഹി അലൽ ഹിദായ, ഹിദായത്തിൽ ഉറച്ചു നിൽക്കണം, ഹിദായത്തിൽ എപ്പോഴും വ്യതിചലിച്ചു പോകാതെ അതിൽ അടിയുറയ്ക്കണം. ഹിദായത്തിൽ ഉറച്ചു നിൽക്കുക എന്ന് മാത്രമല്ല, അതിലേക്ക് അവൻ ആഴത്തിൽ ഇറങ്ങണം. അവന്റെ ശരീരത്തിന്റെ നാഡി നരമ്പുകൾ എവിടെയെല്ലാം സഞ്ചരിക്കുന്നുണ്ടോ ആ സഞ്ചരിക്കുന്ന മേഖലകൾ മുഴുവനും അല്ലാഹുവിന്റെ വഹദാനിയത്ത് കൊണ്ട്, അല്ലാഹുവിന്റെ യഥാർത്ഥമായ വഴി കൊണ്ട് അവന്റെ ശരീരത്തിന്റെ ഓരോ രോമകൂപങ്ങളും എന്ന് മാത്രമല്ല ഓരോ നാഡി ഞരമ്പുകളും എന്ന് മാത്രമല്ല അവന്റെ ഓരോ നിമിഷവും അതിൽ അടിയുറച്ചു നിൽക്കേണ്ടതിന്റെ ആവശ്യകതയുടെ പേരിലാണ് ഇപ്രകാരം ഒരു നിർദ്ദേശം നൽകിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ വേണ്ടിയിട്ട് എപ്പോഴും ആ വിഷയത്തിൽ ഒരു ഉൾക്കാഴ്ചയുള്ളവരായിരിക്കണം. മുഅ്മിനായ മനുഷ്യൻ താൻ നിലകൊള്ളുന്ന ജീവിതത്തിന്റെ പദ്ധതി എന്താണ്, താൻ നിലകൊള്ളുന്ന സംസ്കാരം ഏതാണ്, താൻ നിലകൊള്ളുന്ന വിശ്വാസ പ്രമാണം ഏതാണ്, ആ വിശ്വാസ പ്രമാണത്തിൽ നിന്നും ഒരു നിമിഷം പോലും മാറി നിൽക്കാനുള്ള അവസരമോ അനുവാദമോ ഒരു ദാസന് അല്ലാഹു നൽകിയിട്ടില്ലാത്തതിന്റെ പേരിലാണ് അതിനെ സംബന്ധിച്ച് എപ്പോഴും അവൻ ഉൾക്കാഴ്ചയുള്ളവനായിരിക്കണം എന്ന് പറയുന്നത്. ഫഇന്നൽ അബ്ദ ലാ യംലികു ലിനഫ്സിഹി നഫ്അൻ വലാ ദർറ, ഒരു ദാസനെ സംബന്ധിച്ചിടത്തോളം അവന് വേണ്ടിയിട്ട് ഉപകാരമാകട്ടെ ഉപദ്രവമാകട്ടെ, അവന് ഏതെങ്കിലും നിലയിലുള്ളതായ പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാകട്ടെ, ആ കാര്യങ്ങൾ അവന് അധീനമാക്കണമെങ്കിൽ അല്ലാഹു ഉദ്ദേശിച്ചാൽ അല്ലാതെ അവൻ അതിൽ അടിയുറച്ചു നിൽക്കാൻ സാധ്യമാകയില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനോട് ഓരോ സമയത്തും ഹിദായത്തിനെ ചോദിച്ചുകൊണ്ടിരിക്കാൻ നിർദ്ദേശം നൽകിയത്. എന്താണ് ചോദിക്കേണ്ടത്? സിറാത്തുൽ മുസ്തഖീമിലൂടെ നമ്മൾ ചോദിക്കുന്നത് എന്താണ്? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ വിശദീകരിക്കുന്നുണ്ട്. ലോകത്ത് അല്ലാഹു ആരുടെ മേലെല്ലാം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിട്ടുണ്ടോ ആ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞവരുടെ പാതയാണ് ചോദിക്കുന്നത്.
ആ പാതയിൽ നിന്നും ഒരു നിമിഷവും മാറി നിൽക്കാൻ അല്ലെങ്കിൽ ഒഴിഞ്ഞു പോകാൻ ഒരു ദാസനെ സംബന്ധിച്ചിടത്തോളം അനുവാദമില്ലാത്തതിന്റെ പേരിലാണ് അല്ലാഹു ഈ നിലയിൽ ഒരു നിർദ്ദേശം നൽകിയത്. ഫീ കുല്ലി വഖത്തിൻ അയ്യമുദ്ദഹു ബിൽ മഊന, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം കൊണ്ട് അവനെ അനുഗ്രഹിക്കൽ. വസ്സബാതി, ആ കാര്യത്തിൽ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നും അല്ലാഹു നൽകിയ ഹിദായത്തിന്റെ വഴിയിൽ അവൻ ഉറച്ചു നിൽക്കുന്നതിലേക്ക്. വത്തൗഫീഖി, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹിദായത്തിന്റെ വഴിയിലൂടെ എല്ലാവിധമായ നന്മകളിലേക്കും കടന്നു ചെല്ലാനുള്ള ഭാഗ്യം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പേരിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിലയിലാണ് ഒരു മുഅ്മിനായ മനുഷ്യനോട് ആ വിഷയത്തിൽ എപ്പോഴും അല്ലാഹുവിനോട് ഹിദായത്തിനെ ചോദിക്കുവാൻ വേണ്ടിയിട്ട് അല്ലാഹു നിർദ്ദേശിച്ചിരിക്കുന്നത്. ഫഇന്നഹു തകഫല ബിഇജാബത്തി ദാഇ ഇദാ ദഅഹു, ഏതൊരു ദാസൻ അല്ലാഹുവിനോട് ചോദിച്ചാൽ ആ അല്ലാഹുവിനോടുള്ള ചോദ്യം അല്ലാഹു പാഴാക്കി കളയുകയില്ല. അവന്റെ ചോദ്യത്തിന് മറുപടി നൽകാമെന്നുള്ള കാര്യം അല്ലാഹു സ്വമേധയാ ഏറ്റെടുത്തിരിക്കുന്ന കാര്യമാണ്. വഇദാ സഅലക ഇബാദി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാനി, എന്നോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത് എന്ന് ആമുഖം പറഞ്ഞതിന് ശേഷമാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ പാതയിലേക്ക് ഞങ്ങൾക്ക് നീ വഴി കാണിച്ചു തരണമേ എന്ന ആവശ്യം ഉന്നയിക്കുന്നത്. അല്ലാഹു ഏറ്റെടുത്ത കാര്യമാണ്. ഒരു ദാസൻ അല്ലാഹുവിനോട് എന്തെങ്കിലും ചോദിച്ചാൽ ആ ചോദ്യത്തിന് അവൻ ഏതെങ്കിലും നിലയിൽ അതിന് മറുപടി നൽകിയിരിക്കുമെന്ന കാര്യം അവൻ ഏറ്റെടുത്തിരിക്കുന്നതാണ്. അല്ലാഹുവിലേക്ക് ആവശ്യക്കാരനാണ്, അല്ലാഹുവിലേക്ക് വിനയം കാണിക്കുന്നവനാണ്. നിർബന്ധമായും എന്റെ ജീവിതത്തിന് നീ കാണിച്ചു തന്ന വഴി എനിക്ക് അനിവാര്യമാണ്, നിർബന്ധമാണ്, അതെനിക്ക് കൂടിയേ മതിയാവൂ എന്ന് തീരുമാനിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ തീരുമാനത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മറുപടി നൽകാമെന്ന് ഏറ്റെടുത്തിരിക്കുന്ന കാര്യമാണ്. എല്ലാ പകലിന്റെ എല്ലാ ഓരോ നിമിഷങ്ങളും രാത്രിയുടെ എല്ലാ ഓരോ സമയങ്ങളിലും അല്ലാഹുവിനോട് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി നൽകാമെന്ന് ദുആയിക്ക് സ്വീകരിക്കാമെന്ന് അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്ന കാര്യമാണ്. അല്ലാഹു തആല ഈ വിഷയത്തിൽ നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു നിർദ്ദേശമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ ബില്ലാഹി വറസൂലിഹി വൽ കിതാബില്ലദീ നുസില അലാ റസൂലിഹി വൽ കിതാബില്ലദീ ഉൻസില മിൻ ഖബൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോടാണ് വിളിച്ചു പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ ബില്ലാഹ്, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വാസമർപ്പിച്ച ആ വിശ്വാസ പ്രമാണത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നവരായിരിക്കണം. സ്വഭാവക്കാരായിരുന്നു. വരി അല്പനേരം ഈമാനിക ചർച്ച നടത്താം. എന്താ സഹാബാക്കൾ ഈമാനിന്റെ വിഷയത്തിൽ ദുർബലരായിരുന്നു. ജീവിത കാലഘട്ടത്തിൽ തന്നെ അല്ലാഹുവിന്റെ പൊരുത്തം കൊണ്ട് വാഗ്ദാനം ചെയ്ത് അറിയിക്കപ്പെട്ട ആ സഹാബാക്കളാണ് പറയുന്നത്, ഇതിൽ അല്പസമയം ഈമാനിക സംസാരം അല്ലെങ്കിൽ ഈമാനിക ചർച്ച നടത്താം. ഇവിടെയാണ് ഈ ആയത്തിന്റെ വിശദീകരണം മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇരിക്കട്ടെ, ഞാൻ വിശദീകരിക്കുന്നില്ല. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുഅ്മിനായ മനുഷ്യന് അല്ലാഹു സത്യത്തിന്റെ ഹിദായത്തിന്റെ വഴി കാണിച്ചു കൊടുത്താൽ ആ വഴിയിൽ നിന്നും വ്യതിചലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സദാ അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോട് കൽപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ വാക്ക് പ്രകാരം തന്നെ പറയാം. ഖാല തആല ആമിറൻ ലിഇബാദിഹി, തന്റെ ദാസന്മാരോട് കൽപ്പനാ സ്വഭാവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഈമാനിക കുടുംബത്തിലെ അംഗങ്ങളുടെ അപേക്ഷയാണ്,
ഞങ്ങളുടെ പരമാധികാരിയായ സംരക്ഷകനായ സർവ്വലോകത്തിന്റെയും പരിപാലകനായ അല്ലാഹുവേ, ലാ തുസിഉ ഖുലൂബനാ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ വ്യതിചലിപ്പിക്കല്ലേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ മാറ്റിക്കളയല്ലേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ വഴികേടിലാക്കല്ലേ. റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. ഈ ഈമാനിന്റെ നമസ്കാരത്തിന്റെ സത്യത്തിന്റെ വഴിയിലേക്ക് ഞങ്ങളുടെ കൈകൾക്ക് നീ പിടിച്ചതിന് ശേഷം, ഞങ്ങളുടെ ഹൃദയങ്ങളെ അതിലേക്ക് വിശാലമാക്കിയതിനു ശേഷം, ആ വിശ്വാസ പ്രമാണത്തിൽ നിന്നും ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരിക്കലും നീ മാറ്റിക്കളയല്ലേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരാണ് ഉലുൽ അൽബാബുകൾ, ബുദ്ധിമാന്മാരായ ആൾക്കാർ, അല്ലാഹുവിന്റെ നല്ല അടിയാറുകൾ. അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്ന കൽപ്പനയാണ് ഹബലനാ മിൻ ലദുൻക റഹ്മതൻ വഹബലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ്. ആ വഴിയിൽ ഞങ്ങൾക്ക് ഹിദായത്തിന്റെ വഴിയിൽ ഉറച്ചു നിൽക്കുന്നതിന് നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് അനിവാര്യമാണ്. ആ റഹ്മത്തിന്റെ പേരിൽ ഞങ്ങളെ ഒരിക്കലും നീ സത്യത്തിന്റെ വഴിയിൽ നിന്നും, ഈമാനിന്റെ വഴിയിൽ നിന്നും, നമസ്കാരത്തിന്റെ വഴിയിൽ നിന്നും മാറ്റി നിർത്തല്ലേ, വ്യതിചലിപ്പിക്കല്ലേ, വഴികേടിലാക്കല്ലേ എന്ന് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുവാൻ പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് ആല ഇംറാനിലെ 8-ാമത്തെ ആയത്തായിട്ട് അല്ലാഹു പഠിപ്പിച്ചു തരുന്ന ആയത്താണ്. വിലയിരുത്താനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. അതുകൊണ്ടാണ് ഓരോ ദിവസവും സുബ്ഹി നമസ്കാരം നിർവഹിച്ചു ളുഹർ വരെയുള്ള സമയത്ത് തന്റെ ഭാഗത്ത് നിന്നും ഹിദായത്തിന് വിരുദ്ധമായ എന്തെങ്കിലും ചെയ്തികൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ അത് മാപ്പാക്കലാണ് ളുഹർ നമസ്കാരത്തിലൂടെ നിറവേറ്റുന്നത്. ളുഹർ നമസ്കാര ശേഷം അസർ വരെയുമുള്ള ഇടവേളകളിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ, വ്യതിയാനങ്ങൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ, മനസ്സിൽ എന്തെങ്കിലും ചാഞ്ചാട്ടം വന്നുപോയിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റി ഹിദായത്തിന്റെ വഴിയിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള അപേക്ഷയാണ് അസർ നമസ്കാരത്തിൽ നിറവേറ്റുന്നത്. അസർ മുതൽ മഗ്രിബ് വരെയും, മഗ്രിബ് മുതൽ ഇശാ വരെയും, ഇശായ്ക്ക് ശേഷം സുബ്ഹ് വരെയും എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും തുടർച്ചയായി ഒരു മനുഷ്യൻ അവന്റെ മനോമകരങ്ങളിൽ സൂക്ഷിച്ചു വെക്കേണ്ട അല്ലാഹുവിനോടുള്ള അപേക്ഷയുടെ ഏറ്റവും പരമോന്നതമായ ഒരു അപേക്ഷയായി തന്നെ സ്വീകരിക്കേണ്ടതിന്റെ പേരിലാണ് ഇത് ഇത്ര നിർബന്ധമായ നിലയിൽ ആവർത്തിച്ച് സമയമോ രാവോ പകലോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാ ദാസന്മാരും അല്ലാഹുവിന്റെ ഉന്നതന്മാരായ അടിയാറുകൾ പോലും ആ വിഷയത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് നിർദ്ദേശിക്കുമ്പോൾ അതിന്റെ ഗൗരവം എത്ര വലുതാണ്. പരിശുദ്ധവും പരിപാവനവുമായ റജബിന്റെ ആദ്യത്തെ ജുമുഅ ദിവസത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പരസ്പരം എല്ലാവരും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ നൽകാറുള്ളതാണ്. റജബ് അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ്. അല്ലാഹുവിന്റെ ഇബാദത്തിലേക്ക് മുഴുവൻ മനുഷ്യന്മാരും ശ്രദ്ധ തിരിക്കേണ്ട മാസമാണ്. അതുകൊണ്ട് റജബിൽ ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചൊരിഞ്ഞു തരണമേ എന്ന് അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ നമസ്കാരം നിലനിർത്തലോ നോമ്പനുഷ്ഠിക്കലോ ഫർദായ അമലുകളോ ചെയ്യലല്ല, മറിച്ച് അതിനേക്കാൾ ഉപരിയായി കൂടുതൽ ഇബാദത്തുകൾ ചെയ്ത് അല്ലാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധമായ റമദാനിൽ ആ നന്മകൾ കൊയ്തെടുക്കാൻ വേണ്ടിയിട്ട് റജബ് മുതൽ തുടങ്ങുന്ന ഇബാദത്തിന്റെ അനിവാര്യത നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധമായ റമദാനിന് മുന്നോടിയായിട്ടുള്ള ഈ ജുമുഅ ദിവസത്തിൽ കുറഞ്ഞപക്ഷം നമ്മുടെ ജീവിതത്തിലെ 5 നേരത്തെ നമസ്കാരമെങ്കിലും കൃത്യമായി നിറവേറ്റിക്കൊണ്ടു പോകാനുള്ള ഏറ്റവും ലാസ്റ്റ് പടിയെങ്കിലും സ്വീകരിക്കാൻ തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള മനോവിശാലത നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.